മലബാറിലെ 4 ജില്ലകളിൽ ആർടിഒമാരില്ല. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ആർടിഒ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നത്. ജോയിന്റ് ആർടിഒ, സബ് ആർടിഒ തുടങ്ങി വ്യത്യസ്ത ഉദ്യോഗസ്ഥ തലങ്ങളിലും ഒഴിവുണ്ട്. വിരമിക്കൽ, സ്ഥലം മാറ്റം എന്നിവ മൂലമുണ്ടായ ഒഴിവ് മാസങ്ങളായി നികത്താത്തതാണ് പ്രതിസന്ധിയായത്. കോഴിക്കോട് ആർടിഒ വിരമിച്ചത് ഏപ്രിൽ 30-നാണ്. ഇതുവരെ പുതിയ ആർടിഒ ചുമതലയേറ്റില്ല. കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ ആർടിഒ ആയ വടകര ആർടിഒയുടെ കസേരയും ഒഴിഞ്ഞുകിടപ്പാണ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ആർടിഒമാരില്ല. കാസർഗോഡ് ആർടിഒ സ്ഥലം മാറിയതിൻ്റെ ഒഴിവാണ്. വിരമിച്ചവർക്കും സ്ഥലം മാറിയവർക്കും പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിലെ കാലതാമസം ജില്ലകളിലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയാണ്. ജോയിന്റ് ആർടിഒ, സബ് ആർടിഒ തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും സമാന പ്രശ്നമുണ്ട്. പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, വാഹനങ്ങളുടെ കൈമാറ്റം, പരിശോധന തുടങ്ങി മോട്ടോർ വാഹന വകുപ്പിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥരുടെ അഭാവം പൊതുജനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണിംഗ് ടെസ്റ്റ് എന്നിവയുടെ നടത്തിപ്പിലും പലയിടത്തും പ്രതിസന്ധിയുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതു ട്രാൻസ്ഫർ നടക്കാനിരിക്കുകയാണ്. അത് കഴിയുന്നതോടെ പ്രതിസന്ധി മാറുമെന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. പൊതുവെ മലബാർ മേഖലയിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. ആർടിഒ അടക്കം പ്രധാന തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നതോടെ നിരവധി സേവനങ്ങളാണ് തടസ്സപ്പെടുന്നത്. എത്രയും വേഗം ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നാണ് നിലവിലെ ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.